ഞാനിത് പറഞ്ഞതാണ്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അത് തീരുമാനിക്കേണ്ടത്. അവർ പറഞ്ഞത് രാഷ്ട്രീയ പ്രചരണത്തിൽ നിന്ന് പിൻവലിക്കണമെന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തേക്കുന്നത്. ഞാൻ അതിൽ പിൻവലിയാൻ ഒരു തീരുമാനമില്ല. കൂളമ്പാറ എന്ന് പറയുന്ന ഒരു മാനസിക കേന്ദ്രമില്ല. പിന്നെ എന്തിനാണ് ഇവർ എന്തിന് അടിസ്ഥാനത്തിലാണ് കേസ് നോക്കുന്നത്? പിന്നെ ഈ 2 വ്യക്തികളെന്നുള്ള ഞാൻ പറഞ്ഞ അവരുമില്ല. ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി ആ 2 പേരുടെ അഡ്രസ്സ് ഒന്ന് പറഞ്ഞാൽ ഞാൻ മാപ്പ് പറഞ്ഞേക്കാം. 2 പേരുടെ അഡ്രസ്സ് പറയണം. ഒന്നൊരു വ്യവസായി, മറ്റൊന്നൊരു പയ്യൻ. ഈ പയ്യൻ്റെ അഡ്രസ്സ് എന്ന് ഞാൻ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞേക്കാൻ. അപ്പോൾ ഇല്ലാത്തൊരു കഥക്ക് ഞാനൊരു ട്രോൾ ഉണ്ടാക്കി എന്ന് മാത്രമേ ഉള്ളൂ അതിനകത്ത്. പറവൂരിലെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വേദിയിലാണ് സലീം കുമാറിന്റെ ഒരു പ്രസ്താവന നടന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തന്നെ നാഷണൽ പ്ലാറ്റ്ഫോം ഫോർ റൈറ്റ്സ് ഓഫ് ദ ഡിസേബിൾസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. സലീം കുമാറിനെ ഈ പ്രചാരണങ്ങളിൽ നിന്ന് വിലക്കണമെന്നായിരുന്നു ഈ സംഘടന ആവശ്യപ്പെട്ടത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൂടുതൽ പരാതികൾ ലഭ്യമാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനമായി പരാതി നൽകിയിരിക്കുന്നത് ഓട്ടിസം ക്ലബ്ബ് തിരുവനന്തപുരമാണ്. കൃത്യമായി ഇതിലൊരു അന്വേഷണം നടത്തി സലീം കുമാറിനെതിരെ നടപടികൾ സ്വീകരിക്കണമെന്നതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൃത്യമായി മാനസികാരോഗ്യത്തെ ആക്ഷേപിക്കുന്ന തരത്തിലാണ് സലീം കുമാറിന്റെ ഒരു പ്രസ്താവന ഉണ്ടായതായി ഈ 2 സംഘടനകളും ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ ഒന്നും വന്നിട്ടില്ല. പക്ഷേ സലീം കുമാർ ഇത്തരത്തിൽ താനിത് ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, മറിച്ച് ഒരു ട്രോള് മാത്രമായിട്ട് ഉദ്ദേശിച്ച് അടക്കമുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ ഈ മണിക്കൂറിൽ നടത്തിയിരിക്കുന്നത്. കൂടുതൽ പരാതികളും ഒരുപക്ഷെ സലീം കുമാറിന് നേരെ വരാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു. കേരളം കണ്ടാൽ അമേരിക്കയെ പോലെ എന്ന് പറഞ്ഞാൽ ഊളംപാറ മാനസികാരോഗ്യ കേന്ദ്രത്തിലുണ്ട് എന്നതായിരുന്നു സലീം കുമാറിന്റെ ഒരു പ്രസ്താവന ഉണ്ടായത്. എന്തായാലും വലിയ വിമർശനം ഇതിനെതിരെ ദേശീയ തലത്തിൽ തന്നെ ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന പത്രങ്ങളടക്കം ഇത് വാർത്ത നൽകുകയും വലിയ പ്രചാരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് 2 പരാതികൾ ലഭിച്ചിരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയം പരിശോധിക്കുന്നു എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാൻ സാധിക്കുന്നത്.